ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സേനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രവാസികൾ രാജ്യത്തിന്റെ വികസനത്തിലും നവീകരണത്തിലും അവിഭാജ്യ പങ്കാളികളാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. സിയുഇടി യുജി പരീക്ഷ സംബന്ധിച്ച് ഉയർന്ന പരാതിയെ തുടർന്ന് ബാധിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കായി വീണ്ടും പരീക്ഷ നടത്തുമെന്ന് ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. യുവസമൂഹത്തിന്റെ ചിന്തകൾക്കും താൽപര്യങ്ങൾക്കും മുൻഗണന നൽകുന്ന സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. നേപ്പാൾ പ്രധാനമന്ത്രിയായി കെ.പി. ശർമ്മ ഒലി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. 7 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. യൂറോ കപ്പിൽ 4ാം കിരീടം സ്വന്തമാക്കി സ്പെയിൻ. കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കളെ അല്പസമയത്തിനകം അറിയാം. വാർത്തകൾ വിശദമായി. പ്രവാസികൾ രാജ്യത്തിന്റെ വികസനത്തിലും നവീകരണത്തിലും അവിഭാജ്യ പങ്കാളികളാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. റഷ്യയിലെ മോസ്കോയിൽ ഇന്ത്യൻ പ്രവാസികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. തങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെയും സംഭാവനകളിലൂടെയും റഷ്യയിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ രൂപപ്പെടുത്തുന്ന പ്രവാസികളുടെ പങ്കിനെ ലോക്സഭാ സ്പീക്കർ അഭിനന്ദിച്ചു. സമൂഹമാധ്യമമായ എക്സിൽ 100 മില്യൺ ഫോളോവേഴ്സുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 3 വർഷത്തിൽ 30 മില്യൺ പേരാണ് പ്രധാനമന്ത്രിയുടെ എക്സ് അക്കൌണ്ടിൽ പുതുതായി എത്തിയത്. ഇതോടെ ലോകത്തെ ഏറ്റവും കൂടുതൽ എക്സ് ഫോളോവേഴ്സുള്ള നേതാവെന്ന നേട്ടവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വന്തമാക്കി. ചർച്ചകളും ആശയവിനിമയവും വിലയിരുത്തലുകളും വിമർശനവുമെല്ലാം മികച്ച രീതിയിൽ നടക്കുന്ന സമൂഹമാധ്യമത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. കേന്ദ്ര സർവകലാശാലകളിൽ ഉൾപ്പെടെ ബിരുദ പ്രവേശനത്തിനുള്ള സിയുഇടി യുജി പരീക്ഷയെ സംബന്ധിച്ച് വ്യാപക പരാതി ഉയർന്ന സാഹചര്യത്തിൽ ബാധിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കായി വീണ്ടും പരീക്ഷ നടത്തുമെന്ന് ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. ഈ മാസം 19-ന് കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലാണ് പരീക്ഷ വീണ്ടും നടത്തുക. ബാധിക്കപ്പെട്ട പരീക്ഷാർത്ഥികൾക്ക് അഡ്മിറ്റ് കാർഡുകൾ ഉടൻ വിതരണം ചെയ്യും. ഇക്കഴിഞ്ഞ മെയ് മാസത്തിലായിരുന്നു സിയുഇടി പ്രവേശന പരീക്ഷ നടത്തിയത്. ഇന്ത്യയ്ക്ക് പുറത്തുള്ള 26 നഗരങ്ങൾ ഉൾപ്പെടെ 379 നഗരങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിലായിരുന്നു ടെസ്റ്റ്. പരീക്ഷാർത്ഥികൾ നേരത്തെ ആവശ്യപ്പെട്ടിരുന്ന ഭാഷയിലല്ല ചോദ്യപേപ്പർ നൽകിയതെന്ന് ചൂണ്ടിക്കാട്ടി നിരവധി വിദ്യാർത്ഥികളാണ് പരാതി നൽകിയത്. പരീക്ഷയുമായി ബന്ധപ്പെട്ട പരാതികൾ ശരിയെന്ന് വ്യക്തമായാൽ ബാധിക്കപ്പെട്ട പരീക്ഷാർത്ഥികൾക്ക് പുനഃപരീക്ഷ നടത്തുമെന്ന് എൻടിഎ നേരത്തെ അറിയിച്ചിരുന്നു. ട്രെയിനുകളിൽ ശുചിത്വ നിയമങ്ങൾ പാലിക്കാൻ പാൻട്രി കാർ ജീവനക്കാർക്ക് കർശന മുന്നറിയിപ്പ് നൽകി സെൻട്രൽ റെയിൽവേ. ശുചിത്വ നിയമങ്ങളും പ്രോട്ടോകോളും ലംഘിക്കുന്ന ഭക്ഷണ സ്റ്റാളുകൾക്കെതിരെ നടപടി സ്വീകരിച്ചു തുടങ്ങിയതായി സെൻട്രൽ റെയിൽവേ അറിയിച്ചു. ശുചിത്വവുമായി ബന്ധപ്പെട്ട പരാതികൾ അറിയിക്കാൻ യാത്രക്കാർ സന്നദ്ധരാകണമെന്നും വൃത്തിയുള്ളതും സുരക്ഷിതവുമായ യാത്രാ അന്തരീക്ഷം ഉറപ്പാക്കാൻ റെയിൽവേ പ്രതിജ്ഞാബദ്ധമാണെന്നും സെൻട്രൽ റെയിൽവേ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. യുവസമൂഹത്തിന്റെ കരുത്ത് സംസ്ഥാന വികസനത്തിന്റെ ചാലകശക്തിയാകണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ജന്മഭൂമി സുവർണ ജൂബിലി ആഘോഷത്തിന്റെ മുന്നോടിയായി കോഴിക്കോട്ടെ പൌരപ്രമുഖർ, വ്യവസായ പ്രമുഖർ എന്നിവർ പങ്കെടുത്ത കോഴിക്കോടിന്റെ വികസന സാധ്യതകൾ എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ 65% ജനസംഖ്യ 35 വയസ്സിൽ താഴെയുള്ളവരാണ്. അവരുടെ ചിന്തകൾക്കും താൽപര്യങ്ങൾക്കും മുൻഗണന നൽകുന്ന സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു. ജമ്മുകാശ്മീരിലെ കുപ്വാര ജില്ലയിലെ നിയന്ത്രണ രേഖയിൽ ഭീകരരുടെ നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തി സൈന്യം. സംഭവത്തിൽ 3 ഭീകരർ കൊല്ലപ്പെട്ടു. മേഖലയിലെ ഭീകരരുടെ ഒളിത്താവളങ്ങൾ നശിപ്പിച്ചതായി സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. പ്രദേശത്ത് നിന്ന് വൻ ആയുധ ശേഖരവും കണ്ടെത്തിയിട്ടുണ്ട്. മണിപ്പൂരിലെ ജിരിബാം ജില്ലയിൽ ഇന്നലെ തീവ്രവാദികളുമായുണ്ടായ ആക്രമണത്തിൽ ഒരു സിആർപിഎഫ് ജവാന് വീരമൃത്യു. 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആക്രമണത്തെ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് അപലപിച്ചു. ആഗോളതലത്തിൽ മത്സരിക്കാൻ രാജ്യത്തെ വിദ്യാർത്ഥികളെ സജ്ജരാക്കുകയും അവരെ നമ്മുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും ഭാഷകളുമായി വീണ്ടും ബന്ധിപ്പിക്കുകയുമാണ് പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മധ്യപ്രദേശിലെ 55 ജില്ലകളിലും പ്രധാനമന്ത്രി കോളേജ് ഓഫ് എക്സലൻസ് സംരംഭം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾക്ക് മികച്ചതും ഉയർന്ന നിലവാരമുള്ളതുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും ആഭ്യന്തരമന്ത്രി കൂട്ടിച്ചേർത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. നേപ്പാളിന്റെ പുതിയ പ്രധാനമന്ത്രിയായി കെ.പി. ശർമ്മ ഒലി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കാഠ്മണ്ഡുവിലെ രാഷ്ട്രപതി ഭവനിൽ രാവിലെ 10:45-നാണ് ചടങ്ങ്.
ശർമ്മ ഒലിക്കൊപ്പം ക്യാബിനറ്റ് മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരളത്തിൽ കാലവർഷം വീണ്ടും ശക്തി പ്രാപിക്കുന്നു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, എറണാകുളം, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പരീക്ഷകൾക്ക് മാറ്റമില്ല. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടയിൽ കാണാതായ ജോയിക്കായി തിരച്ചിൽ ഇന്നും തുടരും. നാവികസേനാ സംഘവും രക്ഷാദൌത്യത്തിൽ പങ്കാളികളാകും. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് സ്വതന്ത്ര അന്വേഷണം ആരംഭിച്ചതായി യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ. പെൻസിൽവാനിയയിൽ തിരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കുന്നതിനിടെയാണ് ട്രംപിന് നേരെ ആക്രമണമുണ്ടായത്. പ്രദേശത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് പരിശോധന നടത്തി അന്വേഷണം വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയതായി അദ്ദേഹം അറിയിച്ചു. ട്രംപിന് നേരെയുണ്ടായ ആക്രമണത്തിന് ശേഷം ദേശീയ ഐക്യത്തിന് ആഹ്വാനം ചെയ്ത ബൈഡൻ ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്ക് യുഎസിൽ സ്ഥാനമില്ലെന്ന് പറഞ്ഞു. യൂറോ കപ്പിൽ 4ാം കിരീടം സ്വന്തമാക്കി സ്പെയിൻ. ബെർലിനിലെ ഒളിമ്പ്യ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ 1-2 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് സ്പെയിനിന്റെ കിരീടനേട്ടം. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു. കന്നിക്കിരീടമെന്ന ഇംഗ്ലണ്ടിന്റെ മോഹം വെറുതെയായി. തുടർച്ചയായ 2ാം തവണയും യൂറോ കപ്പിന്റെ ഫൈനലിൽ വിജയവാതിൽ തുറക്കാൻ പരിശീലകൻ ഗാരി സൌത്തിനായില്ല. ഒരു വ്യാഴവട്ടത്തിന് ശേഷം യൂറോപ്പിലെ ഫുട്ബോൾ രാജാവായി സ്പെയിൻ തിരിച്ചെത്തിയിരിക്കുന്നു. 1ാം പകുതി ഗോൾരഹിതമായിരുന്നെങ്കിലും 1ാം തരം മുന്നേറ്റത്തിന്റെയും കടുത്ത പ്രതിരോധത്തിന്റെയും ബലത്തിൽ സ്പെയിൻ മികവ് കാട്ടി. 2ാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ സ്പെയിനിന്റെ ഗോൾ പിറന്നു. ലമീൻ യമാലിന്റെ അസിസ്റ്റിൽ നിക്കോ വില്യംസ് നേടിയ തകർപ്പൻ ഗോളിൽ സ്പെയിൻ ലീഡ് നേടി. തിരിച്ചടിക്കാൻ പൊരുതിയ ഇംഗ്ലണ്ട് 73ാം മിനിറ്റിൽ കോൾ പാൽമറിലൂടെ മറുപടി നൽകി. മത്സരം അധിക സമയത്തേക്ക് നീങ്ങുമെന്ന പ്രതീതി ഉണ്ടായെങ്കിലും 83ാം മിനിറ്റിൽ കിരീടം ഉറപ്പാക്കിക്കൊണ്ട് ഒയാർസബെല്ലിന്റെ ഗോൾ വന്നു. തീപാറും പോരാട്ടങ്ങൾക്ക് സാക്ഷിയായ ഒരു യൂറോ കപ്പിന് തിരശ്ശീല വീണിരിക്കുന്നു. പല ഇതിഹാസ താരങ്ങളുടെയും ബൂട്ടഴിക്കലിന് ജർമ്മനി സാക്ഷിയായി. ഒപ്പം ലമീൻ യമാലിനെ പോലുള്ള മിന്നും താരങ്ങളുടെ ഉദയത്തിനും. കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റിലെ വിജയികളെ അറിയാൻ ഇനി മണിക്കൂറുകളുടെ ദൈർഘ്യം മാത്രം. മയാമിയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും കൊളംബിയയും തമ്മിലാണ് കലാശപ്പോര്. ഗ്രൂപ്പ് ഘട്ടം മുതൽ ഒരു മത്സരത്തിലും തോൽക്കാതെയാണ് അർജന്റീനയുടെ വരവ്. അതേസമയം ചരിത്രത്തിൽ ഒരു തവണ മാത്രം കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരായ കൊളംബിയ 2ാം കിരീടം ലക്ഷ്യമിട്ടാണ് കളത്തിലിറങ്ങുന്നത്. 2001 കൊളംബിയയുടെ ആദ്യ കിരീട നേട്ടം. 16ാം കോപ്പ അമേരിക്ക കിരീടം തേടിയിറങ്ങുന്ന അർജന്റീനൻ ടീം ശക്തമായ നിലയിലാണ്. വിംബിൾഡൺ ടെന്നീസ് പുരുഷ വിഭാഗം ഫൈനലിൽ നൊവാക് ജോക്കോവിച്ചിനെ പരാജയപ്പെടുത്തി സ്പാനിഷ് താരം കാർലോസ് അൽക്കാരസിന് കിരീടം. 6-2, 6-2, 7-6 എന്ന സ്കോറിനാണ് അൽക്കാരസിന്റെ ജയം. അൽക്കാരസിന്റെ 2ാമത്തെ വിംബിൾഡൺ കിരീടമാണിത്. കഴിഞ്ഞ തവണയും ജോക്കോവിച്ചിനെ വീഴ്ത്തിയായിരുന്നു അൽക്കാരസ് കിരീടം നേടിയത്. സ്പാനിഷ് താരത്തിന്റെ കരിയറിലെ 4ാം ഗ്രാൻഡ്സ്ലാം കിരീടം കൂടിയാണിത്. ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ സിംബാബ്വെയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 42 റണ്ണിന്റെ തകർപ്പൻ ജയം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 6 വിക്കറ്റിന് 167 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ സിംബാബ്വെ 18.3 ഓവറിൽ 125 റൺസ് എടുത്തു. എല്ലാവരും പുറത്തായി. ഇതോടെ 5 മത്സരങ്ങളുള്ള പരമ്പര 4-1 ഇന്ത്യ സ്വന്തമാക്കി. ഇന്ന് ലോക യുവജന നൈപുണ്യ ദിനം. യുവജന നൈപുണ്യ വികസനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുന്നത് ലക്ഷ്യമിട്ടാണ് ദിനാചരണം. സമാധാനം കെട്ടിപ്പടുക്കുന്നതിനും സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിലും യുവജനങ്ങൾ വഹിക്കുന്ന നിർണായക പങ്ക് ചൂണ്ടിക്കാട്ടി സമാധാനത്തിനും വികസനത്തിനുമുള്ള യുവജന നൈപുണ്യങ്ങൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സാൻ ഫെർണാണ്ടോ ഇന്ന് രാവിലെ 8 മണിയോടെ വിഴിഞ്ഞത്ത് നിന്ന് പുറപ്പെടും. ഫീഡർ കപ്പൽ മറീൻ അസർ പോർട്ട് ലിമിറ്റിൽ എത്തിയിട്ടുണ്ട്. ആദ്യ കപ്പൽ പോയ ശേഷം ഇത് ബർത്തിലെത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രവാസികൾ രാജ്യത്തിന്റെ വികസനത്തിലും നവീകരണത്തിലും അവിഭാജ്യ പങ്കാളികളാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. CUET UG പരീക്ഷ സംബന്ധിച്ച് ഉയർന്ന പരാതിയെ തുടർന്ന് ബാധിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കായി വീണ്ടും പരീക്ഷ നടത്തുമെന്ന് ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി. യുവസമൂഹത്തിന്റെ ചിന്തകൾക്കും താൽപര്യങ്ങൾക്കും മുൻഗണന നൽകുന്ന സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. നേപ്പാൾ പ്രധാനമന്ത്രിയായി KP ശർമ്മ ഒലി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. 7 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. യൂറോ കപ്പിൽ 4ാം കിരീടം സ്വന്തമാക്കി സ്പെയിൻ.
കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കളെ അല്പസമയത്തിനകം അറിയാം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.